ഞാൻ ഭയങ്കര ഹാപ്പി. അനു, ഐ ലവ് യു, ഡിഡ് ഇറ്റ് ഗേൾ. എല്ലാവരും ബർക്കം ഉണ്ടാവുന്ന ടൈമിൽ വൈൽഡ് കാർഡ് എൻട്രി കഴിഞ്ഞിട്ട് അനീസ് കുറച്ച് ഡൗൺ ഉണ്ടായി. ഇപ്പൊ അനീസിക്ക് കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ആൾക്കാരുടെ മനസ്സിലൊരു സ്നേഹമുണ്ടോ അല്ലേ? അനുമോൾ ജയിക്കുന്ന മെയിൻ കാരണം പെണ്ണുങ്ങൾക്ക് നല്ലൊരു സ്നേഹമുണ്ടോ? കാരണം അനുമോൾ വെൽ നോൺ ഫേസ് ആണ്. ഇത്തവണ എല്ലാവരും കൂടെ ബിഗ് ബോസിലേക്ക് റീ എൻട്രി വന്നുള്ള എല്ലാവരും കൂടെ വളഞ്ഞു കൂട്ടി പുള്ളിനെ അറ്റാക്ക് ചെയ്ത് അതിനാണ് നമ്മളൊരു പെണ്ണാണ്, സഹിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. നോർമലി വീട്ടമ്മമാർ അനുമോൾക്ക് വോട്ട് കൊടുക്കുക, അതെനിക്ക് ഉറപ്പായിട്ട് എനിക്കറിയാം. അതിലൊക്കെ സപ്പോർട്ട് ചെയ്യില്ല. ദേ ആർ ഫ്രം മൈ കമ്മ്യൂണിറ്റി ആൻഡ് ദേ ഹാവ് ഡൺ വെരി ഗുഡ് ജോബ്. 100 days അവിടെ ഉണ്ടായി. സോ ദാറ്റ് ഇപ്പോൾ സത്യ പോയിട്ട് ഭയങ്കരമായിട്ട് അനുമോൾക്ക് എന്തൊക്കെ പറയുന്നുണ്ട്. ആർജെ ബിൻസി, ശൈത്യ അല്ലെങ്കിൽ ബിന്നി ഇവരൊക്കെ ഇപ്പോഴും പറയുകയാണ് ഡിസർവിങ് അല്ല. അനുമോൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ലക്ഷ്മിയുടെ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആളിനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. അവൾക്ക് അറിയത്തില്ല, ബോധമില്ലാത്ത ഒരു സ്ത്രീയാണ്. സത്യം ഞാൻ പറയുന്നത്. ഉള്ളിലേക്ക് പോയിട്ട് അനുമോൾക്ക് സപ്പോർട്ട്, പുറത്തേക്ക് വന്നിട്ട് അനീഷിക്ക് സപ്പോർട്ട്. വൈ ദേ ആർ വിന്നേഴ്സ്. തിരുവനന്തപുരം അനുമോൾ പോയിട്ടുണ്ട്. അനുമോളിൻ്റെ ഫാൻസ് മാത്രം അവിടെ പോകും. കൊച്ചി എയർപോർട്ടിൽ എത്ര ആൾക്കാർ വന്ന്? അനീഷ് വന്ന സമയത്ത് ഷാനവാസിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു, നെവിന്റെ ഫാൻസ്. നെവിനും ഷാനവാസും അനീഷും ഒരേ ഫ്ലൈറ്റിലാണ് വന്നത്. പിന്നെ ഉണ്ടാവില്ലേ? കാരണം ഇപ്പോൾ അനുമോള് നമ്മളുള്ള ഇന്റർവ്യൂ കണ്ടിട്ടൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്തായിരുന്നു സംസാരിച്ചത്? അത്ര ടോർച്ചർ സഹിച്ചല്ലേ, അത് നമ്മളുടെ മനസ്സിൽ വന്നേ. ഞാനൊരു കാര്യം, എപ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യില്ല, അനുമോളെ 1 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ തരില്ല അല്ലേ? അനുമോൾ PR എന്നെ തരില്ല. ദാറ്റ് ഈസ് കോൾഡ് ജെന്യുവൻലി. നമസ്കാരം ജാൻമണി. നമസ്കാരം. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ അനുമോള് ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിരിക്കണം. എന്താ തോന്നുന്നു ഇപ്പോൾ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ ടൈമിൽ എനിക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ടായി. പക്ഷേ വർക്ക് ഉണ്ട്, ബ്രൈഡിൽ നമുക്ക് ഒരു ഡേറ്റ് കളയാൻ പറ്റില്ലതാണ്. ഞാൻ ഫിനാലിൽ പോകാൻ പറ്റില്ലത്തെ. പക്ഷേ നല്ല ആഗ്രഹമുണ്ടായി. കാരണം എനിക്ക് വിളിച്ച്, പിന്നെ ആ മൊമെൻറ്റ് എനിക്ക് ചിലപ്പോൾ നേരത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു. പക്ഷേ കാണാൻ പറ്റത്തില്ല. ഐ ആം റിയലി ഹാപ്പി. കാരണം എത്ര കഷ്ടപ്പെട്ട് അനുമോൾ എൻ്റെ മൊമെൻറ്റ് എൻ്റെ മനസ്സിലുണ്ടായി, ജയിക്കട്ടെ. കാരണം ഈ വാക്ക് നോടാ പറഞ്ഞേ, ജയിക്കണമെന്നുണ്ടെങ്കിൽ ജയിക്കട്ടെ, അനുമോൾ ജയിക്കട്ടെ. സോ സി ഡിഡ് ഹാർഡ് വർക്ക് അല്ലേ? എല്ലാവരും ഒരു സൈഡിൽ, അവളൊരു സൈഡിൽ. പക്ഷെ അവൾ അങ്ങനെ ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ നോ, ലെറ്റ് ഹാർ ഓൾസോ നോ. എല്ലാം വർഷം ആണുങ്ങൾക്ക് മാത്രം കിട്ടണം അങ്ങനെ ഒരു റൂൾ റെഗുലേഷൻ ഇല്ലല്ലോ. പിന്നെ ലാലേട്ടന് ഡിസിഷൻ, ബിഗ് ബോസിൻ്റെ ഡിസിഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി, കാരണം ഓരോ ആള് ഇപ്പോൾ വോട്ട് നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ PR പറയണമെന്നുണ്ടെങ്കിൽ PR അത്ര പോലും ചെയ്യാൻ പറ്റും. PR പുറത്തേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആള് എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ അവിടെ ഇരിക്കുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലേ പറഞ്ഞേ? കാരണം അനുമോൾക്ക് ഇപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, സി ഈസ് എ ഗുഡ് ഗെയിമർ. അതെ, ദാറ്റ് ഈസ് ദ റീസൺ സി ഈസ് എ വിന്നർ. കറക്റ്റ് അല്ലേ? അതെ. ഇപ്പോൾ അനീസ് ഓൾസോ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് അനീസിലേക്ക്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഭയങ്കര എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ആൾ ഡിഫറെൻറ്റ് ക്യാരക്ടറായിപ്പോൾ ഭയങ്കര സൈലൻറ്റ് കം. ഫസ്റ്റ് ഭയങ്കര ഇറിറ്റേഷൻ ആ രതീഷേട്ടൻ്റെ പോലെ ഉണ്ട്, അതിന് എനിക്ക് ദേഷ്യം വന്നേ. പിന്നെ എനിക്ക് ഇഷ്ടമായി. ഹീ ഈസ് ഓൾസോ കേപ്പബിൾ ആണ്. പക്ഷേ ആ സ്ഥലത്തിൽ കാണുന്നുണ്ടെങ്കിൽ അനുമോൾ കുറച്ചു, കാരണം അനീസ് ഇൻ ബിറ്റ്വീൻ ഭയങ്കര സൈലൻ്റ് ആയി പോയി. എല്ലാവരും ബർക്കം ഉണ്ടാവുന്ന ടൈമിൽ വൈൽഡ് കാർഡ് എൻട്രി കഴിഞ്ഞിട്ട് അനീസ് കുറച്ച് ഡൗൺ ഉണ്ടായി. കാരണം ഞാൻ റെഗുലർലി കാണത്തില്ലെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്ന ബിഗ് ബോസ് അല്ലേ, സോ പറഞ്ഞല്ലേ കുറച്ച് ടൈം എനിക്ക് തോന്നി അനീസ് കുറച്ച് ഡൗൺ ആയി, പിന്നെ കയറിപ്പോയി. സോ അങ്ങനെ നവിന് അങ്ങനെ കയറിപ്പോയി. സോ എല്ലാവരും നന്നായിട്ട് കളിച്ചു. കാരണം ടോപ്പ് 5 ഒരു 100, ഫോർഗെറ്റ് അബൌട്ട് ദ വിന്നർ, ടോപ്പ് 5 ഒരു 100 ദിവസം ആ വീട്ടിൽ താമസിച്ചല്ലേ, ദാറ്റ് ഈസ് എ വിന്നർ. നമുക്ക് കാപ്പ് കിട്ടുന്ന മാത്രമല്ലല്ലോ. ഇപ്പം അനീസിക്ക് കാപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ആൾക്കാരുടെ മനസ്സിലൊരു സ്നേഹമുണ്ടോ അല്ലേ? അതെ. പിന്നെ അനുമോൾക്ക് എല്ലാം പെണ്ണുങ്ങൾ, ഈ അനുമോൾ ജയിക്കുന്ന മെയിൻ കാരണം പെണ്ണുങ്ങൾക്ക് നല്ലൊരു സ്നേഹമുണ്ടോ? കാരണം അനുമോൾ വെൽ നോൺ ഫേസ് ആണ്. അവളെ ഓൾറെഡി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? അറിയാം, എല്ലാവർക്കും അറിയാം. സോ വോട്ട് കിട്ടുന്ന വേണ്ടി അവൾക്ക് ജസ്റ്റ് ദിസ് മച്ച് ഓൺലി. സോ അവൾക്ക് കാലുകൈ പിടിച്ചിട്ടല്ല. കാരണം എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും ഒരു ആക്ട്രസ്. ഇപ്പോൾ ആർട്ടിസ്റ്റ് അതിനകത്ത് മത്സരിച്ച ആൾക്കാർ വരെ പറയുന്നുണ്ട്
വോട്ടൊന്നും ആൾക്കാർ ചെയ്യില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ വഴി ആരും വോട്ട് ചെയ്യില്ല, എല്ലാം PR വഴി മാത്രമാണ് വോട്ടിങ് കിട്ടുന്നത്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ പറയുന്ന ആൾക്കാർക്ക് ചോദിക്കണം, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കാരണം നമ്മൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്ന, ചിലപ്പോൾ ഏതെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, കാരണം ഞാനിപ്പോൾ ജഡ്ജായിട്ട് കുറേ കോമ്പറ്റീഷനിൽ പോകാറുണ്ടോ, നമ്മൾ നോക്കി ഏതാ നല്ലത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ആൾക്ക് ദിസ് ഈസ് ദ വിന്നർ അല്ലേ, അതെ, ഓൾ ഓവർ. പക്ഷേ ചിലപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും തെറ്റുണ്ടാവും, മാർക്ക് അവിടെയാണ് പോകുന്നത്. ആൾക്കാർ പറയുന്നത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു, നമുക്ക് തന്നെ കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ടൈം എന്താ പറയുക, വൈം മോളിൽ ഒരു ഹെലോയിന് ഒരു ഫാഷൻ ഷോ ഉണ്ടായി, അതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്, കുറേ വർക്കുണ്ടായി, നമ്മളുടെ കൂടെ ഫൈറ്റ് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു തെറ്റ്, അതിനാണ് നിങ്ങൾ സെക്കൻഡ് ഈ ഗ്രൂപ്പ് ഫസ്റ്റ് വന്നത്. നമ്മൾ ജഡ്ജസ് ആണ്, നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും, അൺനെസസറി നമ്മൾ ഒരു ആൾക്ക് കൊടുക്കില്ല. കാരണം ഞാൻ ഇവിടെ ജഡ്ജ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർഗനൈസർ എൻ്റെ കൂടെ സംസാരിക്കില്ല, ഞാൻ തന്നെ മാർക്കാണ് ഉറപ്പായിട്ട് അവിടെ പോകുന്നത്. സോ അങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് 100 days, കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ആൻഡ് നോട്ട് ഫോർ വൺ ടൈം, എവറി ഇയർ. കറക്റ്റ് അല്ലേ? സോ ഒരു റോങ് ഡിസിഷൻ ഒരിക്കലും എടുക്കില്ല. ഇപ്പോൾ ഞാൻ ഇറങ്ങി പറഞ്ഞിട്ട് എൻ്റെ എവിക്ഷന് ഞാൻ ഒരിക്കലും ഏതാ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എൻ്റെ എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി? ഇല്ലല്ലോ. കാരണം എത്ര ദിവസം എൻ്റെ അവധി ഉണ്ടായി, എനിക്ക് വിഷമം വന്നത്, കാരണം അതെൻ്റെ ഒരു കുടുംബം പോലെ ആയി. അതിനാണ് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ഭയങ്കര കരഞ്ഞ് ഒരു 15-20 ദിവസം ഞാൻ കരഞ്ഞിട്ട് ഇരിക്കണം. എനിക്ക് പറ്റത്തില്ല പുറത്തേക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണം, എനിക്ക് ആ എല്ലാവരുടെയും കൂടെ അവിടെ ഇരിക്കണം, വർക്കുണ്ടെങ്കിലും അവിടെ ഇരിക്കണം. സോ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി, ഹൗ മെനി ഡേയ്സ് യു ഹാവ് ടു സ്റ്റേ. ഇപ്പം നിഷാനയുടെ കാര്യം ഞാൻ പറയുന്നത്, നിഷാന 2 ആഴ്ച ഉണ്ടായി, പക്ഷെ നിഷാന പോയിട്ട് ഫൈറ്റിംഗ് ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് റീ എൻട്രി വന്നപ്പോൾ ഞാനും ഒന്നുകൂടെ അതേ കൂടെ എത്ര ഫൈറ്റിംഗ് ഉണ്ടായി, പക്ഷേ റീ എൻട്രി ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഫൈറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ പറയുന്ന അർജുനക്ക് ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മനസ്സിൽ പോവില്ല കുറച്ച് കാര്യങ്ങളും. സോ എനിക്ക് ആളുടെ കൂടെ കംഫർട്ടബിൾ അല്ല, ഞാൻ ഫൈറ്റിംഗ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് ഹലോ ഹായ് അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടുതൽ ഞാൻ ചാടി ആളുടെ മടിയിലിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതാ വച്ചിട്ട് അത്ര എല്ലാം യൂട്യൂബേഴ്സ് എൻ്റെ വേണ്ടി ജന്മനിക്ക് അത്ര വരപ്പോൾ, ജന്മനി വിഷയമാണ്, ജന്മനി ശ്രാപ്പമാണ്, ഇതാണ് അതാണ് പറയത്തെ കുഴപ്പമില്ല. പക്ഷെ ഈ വർഷം തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം 3 ദിവസം ഹാപ്പി ആയിട്ട് ഇരിക്കുക ആ വീഡിയോ പൊളിച്ച് ഫിനിഷ്. ദാറ്റ് മൊമെൻറ്റ് യു വിൽ നെവർ ഗെറ്റ് ഇറ്റ്. കാരണം ലാസ്റ്റ് ടൈം വീഡിയോ പൊളിക്കും പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ താമസിച്ച് ആ മെമ്മറീസ് നമുക്ക് ഇല്ലത്തായി പോവും. അതിനെ പറഞ്ഞ് ഓരോ ആൾ ജയിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും 1% പോസിറ്റീവ്നെസ് ഉണ്ടാവും. ഞാൻ ഒരിക്കലും പറയില്ല അനീസ് എന്താ പറയുന്നത്, ഹി ഈസ് നോട്ട് കേപ്പബിൾ, ഹി ഈസ് കേപ്പബിൾ. കറക്റ്റ് അല്ലേ? ലാസ്റ്റ് ടൈം അർജുനും കേപ്പബിൾ ആയിട്ട് ഇരിക്കുന്നത് അല്ലേ, പക്ഷെ ജിൻഡു ചേട്ടനിക്ക് കിട്ടി. കറക്റ്റ് അല്ലേ? സോ ഈ വർഷം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സാധനം ബിഗ് ബോസ് അങ്ങനെയാണ്. അതായത് ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ ആളുകൾക്ക് തോന്നിയാൽ അവർക്കാണ് അവർ വോട്ട് ചെയ്യുക. അതാണ് ലാസ്റ്റ് സീസണിലാണെങ്കിൽ എല്ലാവരും കൂടെ മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് ജിൻഡു ചേട്ടന്റെ കൂടെ ഭയങ്കര സ്നേഹം തോന്നി. ഇത്തവണ എല്ലാവരും കൂടെ ബിഗ് ബോസിലേക്ക് റീ എൻട്രി വന്നുള്ള എല്ലാവരും കൂടെ വളഞ്ഞു കൂട്ടി പുള്ളിനെ അറ്റാക്ക് ചെയ്ത് അതിനാണ് ഇപ്പൊ നിങ്ങൾക്ക് അനുമോൾ ജയിക്കേണ്ട വിചാരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ പോയിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന, അവൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഓരോ ആള്. കാരണം സത്യം പറഞ്ഞ ആ ഭാഗത്തിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഇറങ്ങിപ്പോവാ. 2 ദിവസം മുന്നേ ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, കാരണം എനിക്ക് അത്ര കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ച് ഞാൻ നന്നായിട്ട് പറയാം. പക്ഷെ അനുമോൾ അത്ര കേട്ടിട്ടും അവളെ കടയിന് ദാറ്റ്സ് വെരി ഇന്നോസെൻറ്റ്. യു കനോട്ട് ഡൂ ദാറ്റ് എനി ഹ്യൂമൻസ്. നോ, അവളൊരു പെണ്ണാണ്, സഹിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടോ അല്ലേ? എല്ലാവർക്കും സഹിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടുതൽ പറഞ്ഞിട്ട് ഒബ്വിയസ്ലി ആൾക്കാർക്ക് തോന്നില്ലേ ഈ പെൺകുട്ടിക്ക് നിങ്ങൾ എന്താ കാണിക്കുന്നത്. നോർമലി വീട്ടമ്മമാർ അനുമോൾക്ക് വോട്ട് കൊടുക്കുക, അതെനിക്ക് ഉറപ്പായിട്ട് എനിക്കറിയാം. പറഞ്ഞിട്ടേ ചെയ്ത് തരും. അതൊരു PR അല്ല. PR ഉണ്ടാവണം. PR ഇല്ലാത്ത ഒരു ആള് ബിഗ് ബോസിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് മന്ദന. അതല്ല ഞാൻ ചോദിച്ചത്, ഈ വീട്ടമ്മമാരെ വോട്ട് ചെയ്യുന്ന ഒരിക്കലും PR കണ്ടിട്ടില്ല. അല്ല, PR ഇത് കൂടെയാണ്. PR എല്ലാവർക്കും ഉണ്ട്, ആരൊക്കെ ഇല്ലത്തെ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബ പ്രേക്ഷകരുണ്ട്, ഫാമിലി ഓഡിയൻസ്, അവരൊരിക്കലും വോട്ട് ചെയ്യുന്ന PR ഇല്ലത്തും ആ വോട്ട് വന്നിട്ടുണ്ടോ? അതിനാണ് അനുമോളുടെ വോട്ട് ഹൈ എങ്ങനെ പോണേ. കാരണം അത്ര PR ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫേക്ക് തിങ്സ് അത്ര ചെയ്യാൻ പറ്റും, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഫേക്ക് തിങ്സ് ഒരു ലിമിറ്റ് ഉണ്ടോ, അതിൻ്റെ മേലേക്ക് പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അത് അറിയുന്ന ആൾക്കാർക്ക്
ആ ക്വസ്റ്റ്യന് വെക്കില്ല. ഇപ്പോൾ എനിക്ക് കിട്ടത്തില്ല പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പുറത്തേക്ക് പോയി പറഞ്ഞിട്ട് ഇവൾക്ക് കുറ്റം ഓരോ ആൾക്ക് കുറ്റം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷെ ആ ആളുടെ സ്ഥലത്തിൽ ഇരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം മനസ്സിലാവത്തുള്ളൂ ഈ ആളുടെ അവസ്ഥ. സോ അതിനാണ് ഞാൻ ഐ ആം വെരി ഹാപ്പി ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് ദ ലാലിട്ടൻ ഓൾസോ ബിക്കോസ് ഹി ഹാസ് ഡൺ വെരി ഗുഡ് ജോബ്. അനുമോൾ ജയിച്ച് വെരി ഹാപ്പി. അനുമോൾ ഡിസർവിങ് ആണെന്ന് തന്നെ തോന്നുന്നുണ്ട് ഇപ്പോഴും. ഒബ്വിയസ്ലി ഹി ഡിസേർവ്. ഇപ്പോൾ ജാൻമോണിയാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് തീരുന്നതിന് മുന്നേ. അപ്പോൾ അതിനുശേഷം ജാൻമോണിയോട് ആൾക്കാർ പറഞ്ഞു ബൈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടോ? ആ കുറേ ആൾക്കാർ ചീത്ത പറഞ്ഞു. നിനക്ക് എന്താ നീ പറയുന്നത്, നീ ഉണ്ടായിരിക്കും കൊച്ചു പ്രേമ അങ്ങനെ പറയും. പറയുന്ന ആൾക്കാർ പറയും, ദേഷ്യം പറയില്ലേ. ഇപ്പോൾ അങ്ങനെയാണ് ഒരാളുടെ ഫാൻ ഒരാൾക്ക് വിളിക്കും. ഞാൻ കുറേ 2 വർഷമായിട്ട് കേട്ടിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആദില നൂറയും അവിടെ ഉണ്ടായിരുന്നു. അവരെക്കാൾ കൂടുതൽ ജാൻമോണിക്ക് ഇഷ്ടം അനുമോളയാണെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും? അതിലെന്നോടൊക്കെ എനിക്ക് പേഴ്സണലി അതിലെന്നോടെ കൂടി അത്ര കണക്ഷൻ ആയിട്ടില്ല. ഞാൻ നേരത്തെ ഒരു ടൈം മാത്രം കണ്ടിട്ടുള്ളൂ. കാരണം അനുമോളിൽ നമ്മളെ ആർട്ടിസ്റ്റ് തന്നെ, നമ്മളിവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മളെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു കണക്ഷൻ ഈ ഇൻഡസ്ട്രിയുടെ കൂടെ ഏതാ ആളുണ്ടെങ്കിലും, ഇപ്പോൾ അനുമോളുടെ സ്ഥലത്തിൽ വേറെ ഒരു ആളുണ്ടെങ്കിലും നമുക്ക് ആ അറ്റാച്ച്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി വരും. അറ്റാച്ച്മെൻറ്റ് വരും. കാരണം നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നല്ലേ. സോ അത് നമുക്ക് ഉണ്ടാവും. ഞാൻ അതാ പറയില്ലെങ്കിൽ ഞാൻ അതിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യില്ല. ദേ ആർ ഫ്രം മൈ കമ്മ്യൂണിറ്റി ആൻഡ് ദേ ഹാവ് ഡൺ വെരി ഗുഡ് ജോബ്. 100 days അവിടെ ഉണ്ടായി. സോ ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. ദേ ആർ വെരി കേപ്പബിൾ. ഞാൻ ചെയ്യാൻ പറ്റില്ലാത്ത കുറേ കാര്യം ചെയ്ത് കാണിച്ചല്ലേ, അത്രേ ഉള്ളൂ. സോ അനുമോളിക്ക് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഫാമിലി നോ ഇൻഡസ്ട്രി. ഇപ്പോൾ ഈ അനുമോളെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്തു ലാസ്റ്റ് ഫൈനലി വന്നിട്ട്. ഇപ്പം ജാൻമോണി എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. കാരണം വെച്ചാൽ റീയൂണിയൻ ചെയ്യേണ്ട സ്ഥലത്ത് വന്നിട്ട് ഫാമിലി റീയൂണിയൻ കാണേണ്ട സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പം അതൊക്കെ നോക്കി കാണുമ്പോൾ എന്താ തോന്നുന്നത്? അത് അവിടെ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര സ്കിൻ സ്പേസ് വേണം. നമ്മൾ ഫൈറ്റിംഗ് ചെയ്യില്ല, പുറത്തേക്ക് കാണത്തുള്ളൂ. അതൊരു ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലുണ്ടാവും. ഇപ്പോൾ സത്യ പോയിട്ട് ഭയങ്കരമായിട്ട് അനുമോൾക്ക് എന്തൊക്കെ പറയുന്നുണ്ട് അല്ലേ, കറക്റ്റ് അല്ലേ? പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. നമ്മൾ പുറത്തേക്ക് വന്ന് ദാറ്റ് ഗെയിം ഈസ് ഓവർ ഫോർ അസ്. നമ്മൾ വീണ്ടും പോയിട്ട് ആ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഉണ്ടാകുന്ന ആൾക്കാർക്ക് ദേ ആർ സെൻഡിങ് അസ്. നമുക്ക് റീ എൻട്രി കൊടുക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ കുട്ടികൾക്ക് 100 days ആവുന്ന മുന്നേ അറ്റ്ലീസ്റ്റ് നമ്മൾ പോയിട്ട് കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്യാം, തമസ കളിക്കാം, എന്താ എൻജോയ് ചെയ്യാം. അതിനാണ് നമുക്ക് റീ എൻട്രി കൊടുക്കുന്നത്, വർക്കിന് വേണ്ടിയല്ല. അതെനിക്ക് മനസ്സിലായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ആണോ അനുമോളാണോ വിന്നർ എന്നുള്ള കൺഫ്യൂഷൻ അതുവരെ ഇവർ റീ എൻട്രി ചെയ്യുന്നവരെ ആളുകൾക്കിടയിലുണ്ടായിരുന്നു. ഇവർ റീ എൻട്രി ചെയ്ത് അവരെ അനുമോളെ മാത്രമായിട്ട് കോർണർ ചെയ്ത് കഴിഞ്ഞപ്പം അനുമോളേക്കാൾ കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ്. അത് കറക്റ്റാണ്. ദിസ് ഈസ് ദ പോയിന്റ്. കാരണം ഹ്യൂമൻസ് ആണ്, പുറത്തേക്ക് ആൾക്കാർ ബോധമില്ലാത്ത ആൾക്കാരല്ല. ഓരോ ആൾക്ക് പോയിന്റ് ചെയ്യുന്ന മീൻസ് ദേ നോസ് ഇറ്റ്സ് യു വിൽ ബി വിൻ. ദാറ്റ് ഈസ് ദ റീസൺ എവ്രി വൺ വാണ്ട്സ് ടു ബ്രേക്ക് ഹർ. പുറത്തേക്ക് ആൾക്കാർ കയറിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കൊടുക്കുന്ന സ്ഥലത്തിൽ വോട്ട് കൊടുത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അനീഷ് അവിടെ ഉണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു, ആദില നൂറയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് നിന്നൊരു കൂട്ടം ആൾക്കാർ കൂടെ നിൽക്കുന്ന ഈ ലാസ്റ്റ് ഉണ്ടായിരുന്ന 5-6 പേര് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഇത്രയും വരെ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ പോലും സപ്പോർട്ട് ചെയ്യാതെ കണ്ടപ്പോൾ എന്ത് തോന്നി? എല്ലാവരും ഗെയിം കളിക്കുന്നതല്ലേ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ കാര്യത്തിൽ ഫൈറ്റിംഗ് ചെയ്തിട്ടില്ല ബിഗ് ബോസിൽ. ഞാൻ ഫൈറ്റിംഗ് ചെയ്ത് വേറെ ആൾക്കാരുടെ കാരണം. പക്ഷെ എല്ലാം കുറ്റപ്പെടും എൻ്റെ തലയിലേക്ക് വന്നേ. കാരണം എനിക്ക് ഇതാ ചെയ്തിട്ടില്ല അതാ ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ ഫൈറ്റിംഗ് ചെയ്തിട്ടില്ല. ഇതാ എൻ്റെ ഇപ്പോൾ യമുന ചേച്ചിയുടെ അർജുന് യമുന ചേച്ചിക്ക് മിഡിൽ ഫിംഗർ കാണിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതാ അങ്ങനെ ഹൈഡായി. പക്ഷെ അതാ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഫൈറ്റിങ് തുടങ്ങി. ഞാൻ ഒരു ദിവസം തലയിറങ്ങി വീഴുന്ന ടൈമിൽ, കാരണം നമ്മൾ ഹോർമോൺ കഴിക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ ചൂട് പിടിച്ച് നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണ്. സോ നമുക്ക് നമ്മളുടെ ബോഡി പിടിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് ബോഡി ഓട്ടോമാറ്റിക്കലി ലൂസായി പോകും. നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറങ്ങാൻ ഫെയിൻറ്റാണ് നമുക്ക് പോലെ. മെൻ്റലി ഫിസിക്കലി രണ്ടിനും ഒരു നിമിഷം ആവില്ല. മെൻ്റലി റിലീസാക്കും, ബോഡിക്ക് റിലീസാക്കി കൊടുക്കും. അപ്പം നമ്മൾ ടസ് വീടിന്. സോ ആ മൊമെൻറ്റ് അർജുൻ എന്താ പറഞ്ഞത്, ഫേക്കാണ് പറഞ്ഞത്. അതെ, ഫേക്കാണ് പറഞ്ഞത് ലാലത്തിൻ്റെ മുന്നേ. പക്ഷെ അവന് ചെയ്ത കുറ്റങ്ങളും പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗോൺ. സോ അങ്ങനെയാണ് ഈ വർഷം അങ്ങനെ സംഭവിച്ച്. ഇപ്പോൾ ഈ സീസണിലാണ് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്നിട്ടും ഇപ്പോഴും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കണം. അനുമോള് വിന്നറല്ല. ഇപ്പം RJ ബിൻസി, ശൈത്യ,
അല്ലെങ്കിൽ ബിന്നി ഇവരൊക്കെ ഇപ്പോഴും പറയുകയാണ് ഡിസർവിങ് അല്ല, അനുമോൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് വാട്ട് കോൾ എനർജി. അനുമൽ ആയല്ലേ, ഡിസർവിങ് അല്ല പറഞ്ഞിട്ട് ഫസ്റ്റിൽ പോകാൻ പറ്റുമോ? 10 ദിവസം 12 ദിവസം കഴിഞ്ഞ് 10 ദിവസം ബാക്കിൽ പോയിട്ട് അത് ശരിയാക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഡൺ. ഹിസ്റ്ററി മെയ്ഡ് ഇറ്റ്. യു കനോട്ട് ചേഞ്ച് ദ ഹിസ്റ്ററി. ഹിസ്റ്ററി ഓൾവേസ് ഹിസ്റ്ററി. ആൾക്കാർ പറയും ഇത് മൈത്തോളജിക്കൽ, ഇത് ഫിക്ഷൻ ആണ്. പക്ഷേ ദാറ്റ് ഈസ് ട്രൂത്ത്. ദ ടൈം ഹാസ് മെയ്ഡ് ഇറ്റ്. 10 days gone, 15 days gone. What they will do? They cannot do anything. സംസാരിക്കട്ടെ, കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ. ഇപ്പോൾ അനുമോളെ അവിടെ അറ്റാക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ലക്ഷ്മിയായിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഇനി ഞാൻ അനീഷിനെ കൂടുതലാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ലക്ഷ്മിയുടെ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആൾ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് തിങ്. കാരണം അവള് എനിക്ക് പേഴ്സണലി ആ ആൾക്ക് ഞാൻ പണ്ടേ കണ്ടിട്ടില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ 20 years ആയി. എനിക്ക് കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ആൾക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ആളുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഉള്ളിലേക്ക് പോയിട്ട് അനുമോൾക്ക് സപ്പോർട്ട്, പുറത്തേക്ക് വന്നിട്ട് അനീഷിക്ക് സപ്പോർട്ട്. വൈ they are winners? No, let them go and enjoy their moment. Why you are jumping on that? My question. അല്ലേ, നമുക്ക് അവരുടെ ബാക്കിൽ ഒരു കൊട പിടിച്ചിട്ട് പോകണ ആവശ്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ടു ഗെറ്റിംഗ് ദാറ്റ് പബ്ലിസിറ്റി, ക്യാമറ സ്പേസ് അവിടെ കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ട് കിട്ടുന്ന വേണ്ടിയാണ് ഓടുന്നത്. അത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 100 days താമസിക്കണ്ടേ? അത് വെരി ഡബിൾ സ്റ്റാൻഡേർഡ്. ഐ റിയലി ഡോണ്ട് ലൈക്ക് ദാറ്റ് ലേഡി. ഇപ്പോൾ താങ്കൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ലക്ഷ്മിയെയും കണ്ടുമുട്ടാം. അപ്പോൾ അതെല്ലാം മറന്നിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ആരെ വിളിക്കുന്നതിൻ്റെ പോവും. പേഴ്സണൽ തിങ്സ് ആർ ഡിഫറെൻറ്റ്. പ്രൊഫഷണലി എനിക്ക് ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ജോലി ചെയ്തി തന്നെ വാഴാം. നന്നായിട്ട് ആ ടൈമിൽ എന്നെ ചോദിക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കണേ നീ നന്നായിട്ട് അറിയാം. ഈ പല വിഷയങ്ങളിലും ലക്ഷ്മിക്ക് ഇതുപോലത്തെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ആദില വിഷയത്തിൽ ആദ്യമായി വീട്ടിൽ കേട്ടില്ലാന്ന് പറഞ്ഞു, പിന്നീട് അത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണെന്ന് മാറ്റി പറയുന്നു. What nonsense is. That's why I'm saying double standard ആണ്. Why enter എൻ്റെ ക്യാരക്ടർ? അവൾക്ക് അറിയത്തില്ല, ബോധമില്ലാത്ത ഒരു സ്ത്രീയാണ്. സത്യം ഞാൻ പറയുന്നത്. കാരണം അത് അനീസിക്ക് മനസ്സിലാവണം, കറക്റ്റ്ലി മനസ്സിലാവണം. കാരണം അനീസ് മെയ്ഡ് ഇറ്റ്, അനീസിൻ്റെ ഫാൻ അനീസ് ഓൺലി മെയ്ഡ് ഇറ്റ്. ഈ ആള് സപ്പോർട്ട് ചെയ്തിട്ട് ആരോ ചെയ്തിട്ടില്ല. ഇപ്പോൾ അനുമോളിൽ കാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഹാർഡ് വർക്കാണ്. ഇപ്പോൾ അനീസ് ഈ പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ അനീസിൻ്റെ ഹാർഡ് വർക്കാണ്. അനീസ് അങ്ങനെ അപ്പോൾ ആൾക്കാർക്ക് നിങ്ങൾ വരണ്ട എൻ്റെ കൂടെ അങ്ങനെ പറയാനും അത്ര സ്വീറ്റ് ആവുന്ന ഒരു ആവശ്യമില്ല. കാരണം അനീസാണ് ഫസ്റ്റ് ഡേ മുതൽ അവിടെ ഉണ്ടായിട്ട് 100 days താമസിച്ചല്ലേ. ഈ ആൾക്കാർ വന്നിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ബാക്കിൽ ഓടിനാണ്. വൈ ദേ ആർ ഗോയിങ്? ബിക്കോസ് ദേ വാണ്ട് ടു ഗെറ്റ് ക്യാമറ സ്പേസ്. മീഡിയ ഹാസ് ടു സീ. നോ, ദാറ്റ്സ് വൈ ദേ ഷുഡ് ടോക്ക് സംതിങ്. റിയൽ സ്ട്രാറ്റജി. എക്സാക്ട്ലി. ഞാൻ അഭിഷേക് ചെയ്യുന്ന പോലെ അതിൻ്റെ ആവശ്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തേടി മേലെ തേടി ഇതെന്താ. ഇപ്പോൾ ഒന്ന് എല്ലാവരും പറയുന്നു അനുമോള് വിന്നർ ആവാൻ എലിജിബിൾ അല്ല, അനീഷായിരുന്നു വിന്നർ ആയ എലിജിബിൾ. ഇപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ ആള് കുറവായിരുന്നു. അതൊക്കെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, എയർപോർട്ടിൽ ആള് കുറവാ മീൻസ് ഓരോരോ ആള് വന്നിട്ടില്ലല്ലോ. എല്ലാവരും കൂടെ വന്നില്ലേ, എല്ലാവരുടെ ഫാൻസ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ട്രിവാൻഡ്രമിലാണ് അനുമോൾ പോയി. ട്രിവാൻഡ്രമിൽ എത്ര ആൾക്കാർ പോയി? ശരിക്കും വെച്ചാൽ ട്രിവാൻഡ്രത്തിൽ 100 days നിന്നിട്ട് വന്ന ഒരാൾ അനുമോള് മാത്രമാണ്. പിന്നെ ട്രിവാൻഡ്രം അനുമോൾ പോയിട്ടുണ്ട്. അനുമോളിൻ്റെ ഫാൻസ് മാത്രം അവിടെ പോകും. കൊച്ചി എയർപോർട്ടിൽ എത്ര ആൾക്കാർ വന്ന്? അനീഷ് വന്ന സമയത്ത് ഷാനവാസിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു, നെവിൻ്റെ ഫാൻസ്. നെവിനും ഷാനവാസും അനീഷും ഒരേ ഫ്ലൈറ്റിലാണ് വന്നത്. പിന്നെ ഉണ്ടാവില്ലേ? കാരണം ആ ദിവസം ഞാൻ ചെന്നൈ പോകുന്നത്. അതെ, എല്ലാവരും ഇറങ്ങി രാത്രി ഐ തിങ്ക് സെയിം ഫ്ലൈറ്റ്. നമുക്ക് ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. നോ, ഇവിടെ 7:30, എൻ്റെ 8:30 ഫ്ലൈറ്റ് ഉണ്ട്. ഇവർ 10:30 വന്നു. സോ ആ വീഡിയോ 10:30 വന്ന ലാസ്റ്റ് ഫ്ലൈറ്റിൽ വന്നല്ലേ. ലാസ്റ്റ് ഫ്ലൈറ്റ്. കാരണം അവിടെ ഓൾറെഡി ആൾക്കാർ ഉണ്ടാവും. കാരണം ആൾക്കാർ ഓരോ ആൾക്കെ മാത്രം സ്നേഹിക്കില്ല. ഈ ആൾക്കെ കാണും, ഞാൻ പോകും പഠനത്തിൽ അങ്ങനെ അല്ല. ആൾക്കാർ എല്ലാവർക്കും കാണും. അഭിപ്രായങ്ങളും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ കാണുന്ന വേണ്ടി എല്ലാവർക്കും കാണും. ഇപ്പോൾ എനിക്ക് തെരി വിളിക്കുന്ന ആൾക്കാർ വന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കില്ലേ? നമുക്കറിയോ? അറിയത്തില്ല.
ഓടി വന്നിട്ട് എൻ്റെ കൂടെ പിക്ചർ സെൽഫി എടുത്തിട്ട് പോകും. പക്ഷേ ഈ ആൾക്കാർ പോയിട്ട് ഫേക്ക് പ്രൊഫൈലിൽ പോയിട്ട് എന്നെ തേടി വിളിക്കുമല്ലേ. സോ അങ്ങനെ കുറേ ആൾക്കാരുണ്ടോ, നോക്കിയിട്ട് വീഡിയോ അടിക്കും പോവും. എല്ലാവരും സ്വന്തം മൊബൈൽ സ്വന്തം ചാനലിൽ റീച്ച് ആക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. മീഡിയ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും നമുക്ക് സ്വന്തം ബ്ലോഗ് ചെയ്തിട്ട് എങ്ങനെ റീച്ച് ആക്കാൻ വേണ്ടി എത്ര ആർട്ടിസ്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഫാൻസ് പറഞ്ഞില്ലേ ഓടുവല്ലേ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ബിഗ് ബോസ് നല്ലൊരു ഷോ ആണ്, ഒരു വർഷമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു സൂപ്പർ സ്റ്റാർ അല്ല. എനിക്ക് ഒരു കാര്യമേ മനസ്സിലായി. ഞാൻ ബിഗ് ബോസിൽ പോയി ജോലി ചെയ്ത് എനിക്ക് കഴിഞ്ഞ ദാറ്റ് ഷോ ഇസ് ഫിനിഷ്. ഐ ഹാവ് ടു വർക്ക്. ഞാൻ എൻ്റെ ലൈഫ് മേക്കപ്പ് ആണ്. എനിക്ക് അത് ചെയ്യില്ല മാത്രമേ ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? കാരണം ബിഗ് ബോസിൻ്റെ ആ ബാക്കിൽ കണ്ടിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടില്ല. ഐ എം നോട്ട് മഞ്ജു വാര്യർ. നോ, ദേ ആർ സൂപ്പർ സ്റ്റാർ. ദേ ഹാവ് എ ഫാൻസ്, ലൈഫ് ലോങ് ഫാൻസ്. ബിഗ് ബോസ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾക്ക് സ്നേഹിക്കും. സീസണൽ ഫാൻസ്. എക്സാക്ട്ലി. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ഷുഡിൻ തിങ്ക് ലൈക്ക് ഓക്കെ ഫാൻസ് പറഞ്ഞിട്ടില്ല. ഞാൻ വരുന്ന ടൈമിൽ എൻ്റെ ഫ്ലൈറ്റ് ചേഞ്ച് ആക്കി മോർണിംഗ് ഫ്ലൈറ്റ് കൊടുത്ത്, ഈവനിങ് ഫ്ലൈറ്റ് മാറ്റിയിട്ട് മോർണിംഗ് ഫ്ലൈറ്റ് കൊടുത്ത് ആരോ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു താല്പര്യമില്ല. വൈ? No need it. That's what I'm thinking. People are thinking, see now Rajinikanth, Kamal Hassan, Manju Chechi, Laletan, Mamuka, എല്ലാവരും പറഞ്ഞിട്ട് they have a fans. That is lifelong fans. That call fans. ഞാൻ ശ്രീദേവിയുടെ ഫാനാണ്. ഇപ്പോൾ ആൾ മരിച്ചു പോയി ഞാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഡൈ ഹാർഡ് ഫാനാണ് ഞാൻ. കഴിവില്ല ആൾക്കാർ ഇതേപോലെ ഞാൻ പോയിട്ട് ഇതോ ചെയ്യും പിക്ചേഴ്സ് ഇത് അത് ഒടുക്കലും ഞാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഐ നോ ഹൗ ഇറ്റ്സ് ഫീൽ. ദാറ്റ്സ് കോൾ ഫാൻസ്. I don't want to disturb anyone. I respect. I know that. So fans, നമ്മളുടെ ഫാൻസ് ഇല്ല, നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് നോട്ട് കോൾ ഫാൻ. ഓരോ ഫാൻസും ഓരോ സീസണിൽ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നെ മാത്രമല്ല, എത്ര ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു നവീനിക്ക് പറയാത്തോ ജാനു, നല്ല സ്നേഹമുണ്ട്. ബിക്കോസ് ദാറ്റ് സെയിം പീപ്പിൾ ലവ് നവീൻ ഓൾസോ. കറക്റ്റ് അല്ലേ? സോ ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് മഞ്ജു ചേച്ചിക്ക് മാത്രം സ്നേഹിക്കുന്നത്. ഇപ്പോൾ ചിത്ര ചേച്ചിക്ക് സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് ചിത്ര ചേച്ചിക്ക് മാത്രം സ്നേഹിക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? ഐ എം ഫാൻ വെൻ ഐ വാസ് യങ്. ഞാൻ റേഡിയോയിൽ കേട്ട് ഈ പാട്ടാണ് കെ എസ് ചിത്ര, ഹരിഹരൻ. പക്ഷെ ആളെ എനിക്ക് അറിയത്തില്ല, കണ്ടിട്ടില്ല. സൗത്തിലെ വന്നിട്ടാണ് ഇതാണ് ചിത്ര ചേച്ചി, ഇതാണ് കവിത കൃഷ്ണമൂർത്തി, ഇതാണ് അനുതാപൽ, ഇതാണ് സന്താൻ സർഗം. ഷൺലത എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് ഞാൻ കണ്ടിട്ട് അത്ര ഒരു 10 വർഷം 15 വർഷം എൻ്റെ 10 വർഷമായി. ഓ ഇതാണ് സൺലത. സോ ദേ ഹാവ് എ ഫാൻസ്. ബിഗ് ബോസിൻ്റെ ആൾക്കാർക്ക് ആർക്കും ഫാൻസ് ഇല്ല. ആൾക്കാർക്ക് ഇഷ്ടമാണ് സീസണിൽ. ഈ വർഷം ഈ ആൾക്കാർക്ക് പോയി മറന്നപ്പോൾ പുതിയ ഞാൻ പറയാം മീഡിയ ആൾക്കാർക്ക് ഒരു കാര്യം പറയാം. നിങ്ങളെ മീഡിയ അല്ലേ? ജന്മനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വന്ന ടൈമിൽ നിങ്ങളെ ഉണ്ടാവും. പക്ഷെ സെയിം സ്ഥലത്തിൽ ഇപ്പോൾ എന്താ പറഞ്ഞ് അതിലൂടെ എൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഓടുമില്ലേ? എക്സാക്ട്ലി. ബിക്കോസ് യു പീപ്പിൾ ലവ് us, not fans. You people love them also. That is the difference. So ആൾക്കാർക്ക് അത് ഡിഫറൻസ് മനസ്സിലായിട്ടില്ലാത്തതാണ് പണി. ഈ സീസണിലെ ആൾക്കാർക്ക് ബിഗ് ബോസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എല്ലാവരും മനസ്സിൽ ഒരു കാര്യം ഫൈറ്റിംഗ് ചെയ്യില്ല ആണ് നമ്മൾ കൂടുതൽ ഫേമസ് ആണ്. ബിഗ് ബോസ് എന്ന് വെച്ചൊരു കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഹൗസ് ആണ്, ഒരു സൗഹൃദം ഉണ്ടാക്കുന്ന, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് അവിടുന്ന് ഔട്ടായി പോകുന്നവർ തിരിച്ചു വരുമ്പോഴും അവരെ വീണ്ടും കാണുന്ന ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഇത്തവണ ഭയങ്കര ഫൈറ്റുകൾ മാത്രമാണ് നടന്നത്. കാരണം മനസ്സിലെ that I'll tell you one thing. Provoking is different and hurting someone is totally different. Game വേറെ. വീണ്ടും നമ്മൾ പോയി ഫൈറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ മനസ്സിലെ പോയിസൺ ഉണ്ടാവും. നമ്മൾ ആൾക്ക് അത് ഓരോരോ ആളുടെ സ്വഭാവമാണ്, നമുക്കത് പേഴ്സണലി പറയാൻ പറ്റത്തില്ല. പക്ഷെ പോയിട്ട് ചെയ്യുന്ന അവിടെ എല്ലാവർക്കും തോന്നിയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയി അതാ തോന്നിയിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ അനുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ RJ, ബിൻസി, ശൈത്യ ഇവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പോൾ ശൈത്യ പറഞ്ഞ പല കാര്യങ്ങൾ ഈ ബിൻസിയും അപ്പാനി ശരത്തുള്ള ഒരു ലവ് സ്റ്റോറി എന്ന് വെച്ചാൽ ഫാമിലി മാനാണ് അയാൾ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ലവ് സ്റ്റോറി ഉണ്ടെന്നുള്ള രീതിയിൽ ഇവർ പലരും പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അത് അനുമോൾ മാത്രമല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുമോൾ മാത്രം പറഞ്ഞത് ശരിയായില്ല. ബാക്കി എല്ലാവരും എന്നോട് സോറി പറഞ്ഞു. അപ്പം അനുമോൾ സോറി പറയാത്തതുകൊണ്ട് അനുമോൾ ഒരു ഹെയ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അനുമോൾക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് സത്യമാണ്. ദാറ്റ് ഈസ് ദ റീസൺ അനുമോൾ നോട്ട് സേയിങ് സോറി. ഇപ്പോൾ ഞാൻ
ഞാൻ ജന്മനി ശാപിച്ച് ജന്മനി സോറി പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. ഞാൻ സോറി പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരു ഫെയിം കിട്ടുന്നല്ലേ. മൂവി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് സീരിയൽ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു ഫെയിം കിട്ടുന്ന ഈ 3 മാസം ഉള്ളിലേക്ക് ഒരു ഫെയിം കിട്ടുന്ന അത് വ്യത്യാസമുണ്ടോ. ആ പെട്ടെന്ന് കിട്ടുന്ന സാധനം നമുക്ക് കുറേ ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ ഇപ്പോൾ കാണുന്ന എല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം ആർട്ടിസ്റ്റ് ഞാൻ ഒരു 1% വ്യത്യാസം ഇല്ല. ജാൻമണി സെയിം ജാൻമണി. ഞാൻ പറഞ്ഞു എന്താണ് വേണ്ടി കറക്റ്റ് അല്ലേ. വൈ എൻഡ് ഓഫ് ദ മൊമെൻറ്റ് വീട്ടിൽ വന്നിട്ട് പാത്രം വാഷ് ചെയ്യണം, ഭക്ഷണം റെഡിയാക്കണം, കഴിക്കണം, ഉറങ്ങണം അല്ലേ. ഒരു മനസ്സിലെ വിഷമം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവും പോവും. പക്ഷെ അത് വെച്ചിട്ടാണ് വീണ്ടും 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 പറയുന്നത് എനിക്ക് ദേഷ്യമാണ്. ഇപ്പോൾ അനുമോള് നമ്മളുള്ള ഇന്റർവ്യൂ കണ്ടിട്ടൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു, എന്തായിരുന്നു സംസാരിച്ചത്? അനുമോൾ വിളിച്ചില്ല, മെസ്സേജ് ചെയ്ത്. അപ്പോൾ ഭയങ്കര സപ്പോർട്ട്. ഞാൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ മെൻറ്റൽ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് അമ്മ പെട്ടെന്ന് ഇല്ലാത്ത ആയിപ്പോയല്ലേ. എനിക്ക് ഐ എം എ ബ്ലാങ്ക്, കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഞാൻ രഞ്ജിത്ത് ചേച്ചി ആ ദിവസം ചോദിച്ചു 2 ദിവസം മുന്നേ എന്താ ജാനു എന്താ പറ്റി. അപ്പോൾ എനിക്ക് അറിയത്തില്ല. സോ എൻ്റെ മെൻറ്റൽ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞില്ല ഞാൻ ഒരിക്കലും സപ്പോർട്ട്. പക്ഷേ അവൾ എത്ര വിഷമം ആ കുട്ടി അത്ര ടോർച്ചർ സഹിച്ചല്ലേ, അത് നമ്മളുടെ മനസ്സിൽ വന്നേ. ഞാനൊരു കാര്യം എപ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യില്ല, അനുമോൾ 1 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ തരില്ല അല്ലേ, അനുമോൾ PR എന്നെ തരില്ല. ദാറ്റ് ഈസ് കോൾഡ് ജെന്യുവൻലി. ഇപ്പോൾ നോറ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ലാസ്റ്റ് മൊമെൻറ്റ് വെച്ചൊക്കെ ജയിക്കട്ടെ, അവൾ ജയിക്കട്ടെ. വൈ? ബിക്കോസ് അങ്ങനെ തന്നെ അത്ര ടോർച്ചർ ജയിക്കട്ടെ, അവൾ ജയിക്കട്ടെ അങ്ങനെ വിചാരിക്കുള്ളൂ. കാരണം ഹ്യൂമൻസ് ഹാവ് വൺ നേച്ചർ. പീപ്പിൾ ഓരോ ആൾക്ക് കുറ്റം പറഞ്ഞ് 2 ടൈം 3 ടൈം 4 ടൈം 5 10 ടൈം കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആലോചിച്ച് എന്താ എത്ര ഫുൾ ടൈം ഈ കുറ്റമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാണ് ഹേറ്റിംഗ് വരും. പറഞ്ഞ് ആറിൻ്റെ വേണ്ടി പറഞ്ഞ ആൾക്കല്ല. കറക്റ്റ് അല്ലേ. ഇപ്പം നിങ്ങളിത് പോയിട്ട് ഞാൻ 10 ടൈം ഓരോ ആളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിറ്റിട്ട് ആവും. എന്തൊക്കെ ഈ കാര്യത്തിൽ പറഞ്ഞിട്ട് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും ഈ ആൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, ആ ആളെ ഒന്നും പറയുന്നില്ല, ആ ആള് കളിക്കട്ടെ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതാണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ശരിക്കും അനുമോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ വിന്നറാണോ? ഹാർഡ് വർക്ക് ചെയ്ത് ആൾക്കാരുടെ സ്നേഹമുണ്ടായി. ഓരോ ആർട്ടിസ്റ്റാണ്. ഒബ്വിയസ്ലി ആ സ്നേഹം ഓൾറെഡി സി ഹാസ് എ ഫാൻസ്. അനുമോൾ ആർട്ടിസ്റ്റാണ്, അനുമോളൊക്കെ ഫാൻസ് ഉണ്ടോ? നമുക്കില്ല. ഇപ്പോൾ ജാൻമണിക്ക് ഫാൻസ് ഉണ്ടോ പറഞ്ഞില്ലേ, എനിക്ക് ചിരി പറഞ്ഞു. സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോ? എല്ലാവരും എന്നെ സ്നേഹിക്കും, എൻ്റെ ഫാൻസ് അല്ല. ദേ ലവ് അസ്. ഇപ്പോൾ അനുമോൾ പറഞ്ഞില്ല അവൾക്ക് ഫാൻസ് ഉണ്ടോ? കാരണം സി ഈസ് എ ആർട്ടിസ്റ്റ്, ആക്ട്രസ്. ഓരോ കൈൻഡ് ഓഫ് ആൾക്ക് ഇഷ്ടമാണ്. കറക്റ്റ് അല്ലേ. ഇപ്പോൾ മഞ്ജു ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടമാണ്. ഇപ്പോൾ കാവ്യ ചേച്ചി, മഞ്ജു ചേച്ചി, എന്താ പറയുക നവ്യ ചേച്ചി, സംയുക്ത ചേച്ചി, ഗീതു ചേച്ചി, പൂർണിമ ചേച്ചി, എല്ലാവർക്കും ശ്വേത ചേച്ചി, എല്ലാവരും നടിയാണ്. പക്ഷെ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫാൻസ് ഉണ്ടോ. ദാറ്റ് ഈസ് ദ റീസൺ സ്റ്റിൽ ദേ ആർ വർക്കിംഗ്. ദാറ്റ്സ് കോൾ ഫാൻസ്. പക്ഷെ നമുക്ക് ആൾക്കാർക്ക് സ്നേഹമുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് ഓർമ്മ ഉണ്ടാവില്ല. ഫാൻസ്. അപ്പോൾ അനുമോള് ഇപ്പൊ ജയിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി. അനു, ഐ ലവ് യു ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി. എൻ്റെ സന്തോഷം ഞാൻ അനുക്ക് ഞാൻ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ആ ടൈമിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വോക്ക് കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ പോയി. ഞാൻ അച്ഛനൊറ്റയ്ക്കാണ്. എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്നിട്ട് അനുക്ക് ഞാൻ ഉറപ്പായിട്ട് കാണുന്നത്. കാരണം യു ഡിഡ് ഇറ്റ് ഗേൾ. ലവ് യു.